എട്ടാം ക്ലാസ് കേരള പാഠാവലി ഒന്നലി നാം എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ നിങ്ങൾ ഓർക്കുക എന്ന കവിതയുടെ ആശയം മനസ്സിലാക്കാം. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കവിത ചൊല്ലി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. കടമ്മനിട്ട രാമകൃഷ്ണൻ രചിച്ച കുറത്തി എന്ന കവിതയിൽ നിന്നും എടുത്തതാണ് നിങ്ങൾ ഓർക്കുക എന്ന കാവ്യഭാഗം. ഈ കവിതയിലൂടെ കുറത്തി സമൂഹത്തിൻ്റെ അധികാര മേധാവിത്വത്തെ ശക്തമായി ചോദ്യം ചെയ്യുകയാണ്. കരിയിലാഞ്ചിക്കാട്ടിൽ നിന്നും കാട്ടുകിഴങ്ങിൻ്റെ വള്ളി പോലെയാണ് കുറത്തിയെത്തുന്നത്. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ കരുതലും കാവലും ഏതൊരു മേലാളൻ്റെയും വളർച്ചയ്ക്ക് പിന്നിലുണ്ടെന്ന സത്യം വിളിച്ചു പറയുകയാണ് കുറത്തി. നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നോ, നിങ്ങളവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴന്നെടുക്കുന്നോ, നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നോ, നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് എന്നാണ് കുറത്തി ചോദിക്കുന്നത്. നിങ്ങളെന്ന് വിളിക്കുന്നത് അധികാരം കൈയാളുന്നവരെയാണ്. ഞങ്ങളെന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ കിടക്കുന്ന അധകൃത വർഗത്തെയാണ്. മേലാള വർഗത്തിന് നേരെ പാഞ്ഞെടുത്ത എല്ലാ ക്രൂരതകളെയും എതിർക്കാനും സംരക്ഷിക്കാനും ഞങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഇവിടെ കുറത്തി ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം പോലും നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ എന്ന് രോഷത്തോടെയും അമർഷത്തോടെയും കുറത്തി ചോദിക്കുകയാണ്. ദാരിദ്ര്യം, ചൂഷണം, പാർപ്പിടം നഷ്ടപ്പെടുന്ന അവസ്ഥ ഇവയെല്ലാം അനുഭവിക്കേണ്ടി വന്ന അടിച്ചമർത്തപ്പെട്ട നിസ്വാർത്ഥരായ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പ്രതിഷേധവും പ്രതിരോധവുമായി ഈ കവിത മാറുകയാണ്. ആധുനിക മലയാള കവിതയിൽ നാടൻ താളക്രമം കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് കവിതയ്ക്ക് ശക്തിയും മൂർച്ചയും കൂട്ടിയിരിക്കുന്നു ഇവിടെ കവി. സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ കിടക്കുന്നവർക്ക് അന്നവും സുരക്ഷയും ഇല്ലാതായി. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം നിർബന്ധമായും ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് ഉന്നതവർഗം അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കവിത.